ദേവീ വിഗ്രഹം കാവിനടുത്ത് കുഴിച്ചിടുന്ന ഉണ്ണി നമ്പൂതിരി. അത് കണ്ട് സന്തോഷിക്കുന്ന ദക്ഷകി. കാവിനടുത്ത് അവിചാരിതമായി കണ്ടുമുട്ടിയ ഈശ്വരനെയും സംഘത്തെയും ഉണ്ണി നമ്പൂതിരി ഭീഷണിപ്പെടുത്തുന്നു. ദേവീ വിഗ്രഹം താനാണ് എടുത്തതെന്നും തൽക്കാലം അത് പണയം വെക്കാൻ പോവുകയാണെന്നും ഉണ്ണി രേണുകയോട് പറയുന്നു. ദേവീ വിഗ്രഹം തിരിച്ചു കിട്ടാൻ വേണ്ടി കാവിൽ പൂജ നടത്തുന്ന രേണുക. ഇനി തുടർന്ന് കാണുക. വഴിമാറി ശിവനാഗമേ, പോ. എന്റെ കാവൽ ഭേദിച്ച് നീ അതെടുത്താൽ നിന്നെ ഞാൻ വധിക്കും. പോ. ദക്ഷകി, അരുത്. ശിവനാഗത്തെ നീ വധിക്കരുത്. വധിച്ചാൽ ശ്രീകോവിലിൽ നിന്നും നാഗദേവി പുറത്തുവരും. നാഗദേവി പുനർജനിക്കും. അത് നിന്റെ സർവനാശത്തിന് കാരണമാകും. പിന്മാറുക. രേണുടുത്തി, ഒരു നാഗത്തിന്റെ ശബ്ദം. എവിടുന്നാ അത്? കല്യാണി, വാ. രേണുടുത്തി, രേണുടുത്തി, ദേവി വിഗ്രഹം. നാഗത്താനെ, അവിടുന്ന് ഞങ്ങളെ കാത്തു. നാഗത്താനെ. ദേവി, തിരുമേനെ, മനയിലേക്ക് വിളിച്ചിട്ട് എന്താ വിശേഷം? വിഷമം തന്നെയാണല്ലോ ശങ്കുണ്ണി അവിടുത്തെ കാര്യങ്ങൾ. കുഞ്ഞുകുട്ടി നിലവറയിൽ ധ്യാനം തന്നെയാണ്. മറ്റുള്ളവരെല്ലാം മനപ്രയാസത്തിലും. നമുക്കാണെങ്കിൽ മനയിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരികെത്താൻ കഴിയാത്ത സ്ഥിതിയും. എന്താ ഇപ്പൊ ചെയ്യാ? മേലെടുത്ത പട്ടതിരിയെ ഇന്നെങ്കിലും കാണാനൊത്താൽ നമുക്ക് മടങ്ങാമല്ലോ. ദേവപ്രശ്നത്തിനായി അദ്ദേഹം പോയ ക്ഷേത്രം അല്പം ദൂരെയാണല്ലേ. ഇന്നെങ്കിലും എത്തുവോ? ഇന്ന് തന്നെ എത്തുന്നാണല്ലോ പറഞ്ഞത്. എത്തട്ടെ. ഏതായാലും ഇറങ്ങി. ഇനി കണ്ട് പ്രശ്നവധി തീരുമാനിച്ച ശേഷം മാത്രമേ മനയിലേക്ക് മടക്കുള്ളൂ. മേലെടുത്ത് വിളിപ്പിച്ചിരുന്നെങ്കിൽ മേലേടം മനയിലേക്ക് വരുമായിരുന്നല്ലോ. വരുമായിരുന്നു. പക്ഷെ നാഗഭരണം സങ്കീർണമായൊരു പ്രശ്നമായി പോയില്ലേ. അതിന്റെ പിന്നിലെ കാരണം അറിയാൻ അദ്ദേഹത്തെ തനിച്ചു വന്ന് കാണണമെന്ന് തോന്നി. എന്തായാലും കുറച്ചുകൂടെ ക്ഷമിക്കാം. എന്റെ ഒരു സംശയമാ. പറയുമ്പോ തിരുവേനിക്ക് ഇഷ്ടക്കേട് തോന്നരുത്. എന്താ ശങ്കുണ്ണിയെ? മനയിൽ വൈഷ്ണവ് കുട്ടിയുടെ കൂട്ടുകാരായ കുട്ടികൾ വരുന്നതുവരെ മനയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവര് വന്ന ശേഷമല്ലേ ഈ നാഗമരണം ഉണ്ടായത്. അവരുടെ വരവത്ര പന്തിയല്ലെന്നാ എന്റെ തോന്നൽ. ശങ്കുണ്ണിയെ, ഉണ്ണിയാണത് ചെയ്തതെന്ന് വേറെ തെളിവിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ സ്വർണം പിത്തളയായിപ്പോയി. അതിന് ആരെ പഴിച്ചിട്ടും കാര്യമില്ല. ഉണ്ണി നമ്പൂരി അവിടെ എന്തൊക്കെ കാണിച്ചു വിട്ടിട്ടുണ്ടാവോ. വലിയ തിരുമേനി അവിടെ ഉള്ളപ്പോ
കക്ഷിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ രേണുവയ്ക്ക് അറിയാം. അവിടെ അവൾ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. മേലട എത്താൻ സന്ധ്യ ആവുന്ന തോന്നണേ. അതുവരെ ഇപ്പൊ എന്താ ചെയ്യ? ആ ശങ്കുണ്ണി, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയും കൂടി കയറി തൊഴുത ശേഷം അന്തി വരെ വിശ്രമിച്ചിട്ട് മേലിടത്തേക്ക് പോകാം. ഓ. രേണുടുത്തി, ഇന്നലെ രാത്രി ഉണ്ണേട്ടം വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചോ? നിന്നോട് ചോദിച്ചോ? എന്റെ മുഖത്തോട്ട് പോലും നോക്കിയില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയാനും പോയില്ല. ഉണ്ണേട്ടൻ വലിയ പ്രതീക്ഷയിലാ. രാവിലെ ഞാൻ നോക്കുമ്പോ നല്ല ആലോചനയിലിരിക്കുന്നു. വിഗ്രഹം പണയം വെക്കുന്ന കാര്യം സ്വപ്നം കണ്ടതാവും. എന്തായാലും അത് തിരികെ കിട്ടിയത് നന്നായി. അല്ലെങ്കിൽ ഈ മനയിലെ സ്ഥിതി എന്താവുമായിരുന്നു? രേണു അടുത്തിയുടെ ക്ഷമയും കാത്തിരിപ്പും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത് കിട്ടില്ലായിരുന്നു. എല്ലാം ഇവിടുത്തെ സത്യമുള്ള നാഗത്തന്മാരുടെ അനുഗ്രഹം കൊണ്ട് നടന്നതാ കല്യാണി. മുത്തശ്ശനും മുത്തശ്ശിയും തിരികെ എത്തും മുമ്പ് അവരെ കടാക്ഷിച്ചല്ലോ, അത് മതി. രേണുടുത്തി, മുത്തശ്ശിയുടെ ധ്യാനം ഇങ്ങനെ തുടർന്നാൽ എങ്ങനെ? പൂജകൾ മാത്രം കഴിച്ച് എത്ര നാളിങ്ങനെ ഉപവാസം ഇരിക്കും? നാഗദേവിയുടെ വെളിപാട് കിട്ടും വരെ മുത്തശ്ശി ക്ഷേത്രവും നിലവറയും വിട്ട് ഇങ്ങോട്ട് വരില്ല. മുമ്പ് 21 നാള് വരെ മുത്തശ്ശി ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. പാവം മുത്തശ്ശി തളർന്നു വീണ് മരിച്ചു പോകുന്നവരെ കരുതിയതല്ലേ. എന്നിട്ടും മുത്തശ്ശി പിടിച്ചു തന്നില്ലേ? അതാണ് മുത്തശ്ശിയുടെ കരുത്ത്. മുത്തശ്ശൻ ഇന്ന് എത്തുവോ രേണുടുത്തി? മേലേടത്തെ എന്ന് കാണുമെന്ന പ്രതീക്ഷയില മുത്തശ്ശനും ശങ്കുണ്ണി നായരും. കാണാൻ കഴിഞ്ഞാൽ അവര് നാളെ ഇങ്ങോട്ട് വരും. രേണുടുത്തി, നീ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ എങ്ങോട്ടാ? എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ല. ഉണ്ണിയേട്ടൻ ഉദ്ദേശിച്ചിറങ്ങിയ സ്ഥലത്തേക്കാണെങ്കിൽ പോവാതിരിക്കുന്നതാ നല്ലത്. അത് പറയാൻ നീയരടി കണിയാനോ? ചിലരുടെ മുഖം കാണുമ്പോ ചിലതൊക്കെ മനസ്സിലാവും, അതുകൊണ്ട് പറഞ്ഞതാ. എന്ത് മനസ്സിലായെന്നു? അതെന്തിനാ പറയുന്നത്? ഉണ്ണിയേട്ടൻ അറിയാലോ. എന്താടി നിനക്കൊരു ചിരി? ഇവിടെ നിന്ന് വല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ? അത് ഉണ്ണിയേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ഓർത്തപ്പോ ചിരി വന്നു പോയതാ. കാര്യം പറടി. ഉണ്ണിയേട്ടാ, ലോക്കറിൽ നിന്ന് എടുത്ത സാധനം പണയം വെക്കാനാ പോകുന്നതെങ്കിൽ അതിന് പോണമെന്നില്ല. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ കൂടുതൽ അഭിപ്രായം പറയണ്ട. അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഉണ്ണിയേട്ടൻ ആ വിഗ്രഹം പണയപ്പെടുത്തണ്ടാന്ന്. എന്താടി നീ പറഞ്ഞു വരുന്നേ? ഉണ്ണിയേട്ടൻ വിഗ്രഹം ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഞങ്ങള് കണ്ടുപിടിച്ചു. ഉണ്ണിയേട്ടൻ എന്താ കരുതിയത്? ഇവിടുത്തെ നാഗത്തന്മാരുടെ കണ്ണ് കെട്ടി ആ വിഗ്രഹം പുറത്തു കൊണ്ടുവന്നു. ആ വിഗ്രഹം ഇപ്പൊ പഴയതുപോലെ ലോക്കറിൽ തന്നെ എത്തിയിട്ടുണ്ട്. സത്യം പറടി, ആ സ്ഥലം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? ആ എനിക്കറിയില്ല. പറടി. എന്തിനാ അവളുടെ നേരെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറയാം. ആ സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല, കാണിച്ചു തന്നതാ. ആരാടി അത് കാണിച്ചു തന്നെ? ഇവിടുത്തെ നാഗത്തന്മാരെ വിശ്വാസമില്ലല്ലോ ഉണ്ണിയേട്ടന്. പറഞ്ഞാലും വിശ്വസിക്കില്ല, പിന്നെന്തിനാ പറയുന്നത്? എന്തായാലും ആ സ്ഥലം ഇത്ര കൃത്യമായി നിനക്ക് പറഞ്ഞു തന്നത് ആരാന്ന് ഞാൻ അറിയണ്ടേ? സാക്ഷാൽ നാഗത്താന്മാര് തന്നെയാ ആ സ്ഥലം കാണിച്ചു തന്നത്. നാഗത്താന്മാരോ? എനിക്ക് മനസ്സിലായിടി ആ നാഗത്താന്മാരാരാന്ന്. എനിക്കിട്ട് പണി തന്ന ആ നാഗത്താന്മാരെ ഞാനൊന്ന് കാണുന്നുണ്ട്. രേണുടുത്തി, ഉണ്ണിയേട്ടന് നാഗത്താന്മാരോട് വലിയ ദേഷ്യായിരിക്കണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? കാവിലെ നാഗങ്ങൾ ഉപദ്രവിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യില്ല കല്യാണി. ഉണ്ണിയേട്ടന്റെ മനസ്സിൽ മറ്റെന്തോ ആണ്. നാഗത്താന്മാരെന്ന് ഉണ്ണിയേട്ടൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരെയാ? ഇന്നൊരു ഉഗ്ര സംഭവം ഉണ്ടായി. എന്ത് സംഭവം? എടാ, മനയുടെ പുറകിലെ കിണറില്ലേ? ഉണ്ട്, കിണറുണ്ട്. അതിനകത്തുനിന്നൊരു സൗണ്ട് കേട്ടാ. എടാ, കാറ്റടിച്ച് വെള്ളം കോരുന്ന പാത്രം കിണറ്റിൽ വീണപ്പോ അതും ദക്ഷകിയായി മാറുന്നു. വെള്ളം കോരുന്ന പാത്രോ? അതില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? എടാ, നിനക്ക് തന്നെ ഒരു തീർച്ചയില്ല. എന്താടാ ഇതൊക്കെ? അളിയാ, എടാ ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം, വിശ്വസിച്ചേ പറ്റൂ നിങ്ങള്. എടാ, നമ്മുടെ ഉണ്ണിയേട്ടന്റെ അമ്മയില്ലേ, അവരെന്നോട് പറഞ്ഞത് ദക്ഷയ്ക്ക് പറ്റി വേറൊരു കഥയാ. അതെന്ത് കഥയാ? എടാ എടാ ഈ മനയിൽ കുറേ മാറി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അതിഥി മന്ദിരമുണ്ട്. അതിഥി മന്ദിരോ? അതേടാ, അങ്ങനെ അവര് പറഞ്ഞത്. ഇവിടെ നിന്നും കുറച്ചു മാറി കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാ അത്.
എടാ അവിടെ ആരും പോകത്തില്ല. അവിടെ എന്താ ഉള്ളത്? അവിടെയാടാ ദക്ഷകയുള്ളത്. ചില പ്രത്യേക ദിവസങ്ങളിൽ ദക്ഷക ആ മന്ദിരത്തിനുള്ളിൽ നടക്കാറുണ്ടെന്നാ അങ്ങനെ അവര് പറഞ്ഞത്. അവിടെ ദക്ഷകിയെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? കണ്ടവരുണ്ടടാ. എടാ പക്ഷെ ആരും ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാ സുന്ദരേ, നീ ആ കാവ്യ കണ്ട പെണ്ണില്ലേ, അത് ദക്ഷകയല്ല. അതെന്താ? ദക്ഷകയെ കണ്ടവരാരും ജീവിച്ചിരിപ്പില്ലെന്നല്ല നീ പറഞ്ഞു. പക്ഷെ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? എടാ പഴയ അതിഥി മന്ദിരം വൈഷ്ണവി എന്താ നമുക്ക് കാണിച്ചു തരാഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ടാവും. പിന്നെ ആരും പോകാത്ത സ്ഥലത്തേക്ക് പോകാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഞാനില്ല. എടാ സുന്ദരേ, മേലിൽ ഇമാതിരി കാര്യങ്ങളോട് ഒന്ന് പറയരുത്. എന്താ ഉണ്ണിയേട്ടാ? നീയൊക്കെ ഇന്നലെ കാവിക്കറിയോ? കേറി. ഞാനെന്ത് ചെയ്തെന്ന് കണ്ടുപിടിക്കാനല്ല നീയൊക്കെ കാവിക്കറിയ? ഇത് ഞങ്ങള് വെറുതെ ഒരു രസത്തിന് കയറിയതാ ഉണ്ണിയേട്ടാ. നിന്റെയൊക്കെ ഒരു രസം. നീയൊക്കെ എന്നെ ഒറ്റ കൊടുക്കലടാ. ഉണ്ണിയേട്ടാ വിട്, ചുമ്മാ പ്രശ്നം ഉണ്ടാക്കല്ലേ. വിടു ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടനോട് വിടാൻ പറ. നീയൊക്കെ എന്നെ ഒറ്റ കൊടുക്കല്ലേ? ഉണ്ണിയേട്ടാ വിട്, അവരെ വിടാൻ. ഇതിനാണ് ഇങ്ങോട്ട് ഓടി വന്നത്. ഇവരെ കൈവയ്ക്കാൻ ഉണ്ണിയേട്ടന് എന്താ അവകാശം? ഇവരെ പറ്റി ഉണ്ണിയേട്ടന് പരാതി ഉണ്ടെങ്കിൽ വൈഷ്ണവിയോട് പറയണം. അവളുടെ കൂട്ടുകാരെ ഒരു കാര്യമില്ലാതെ ഉപദ്രവിച്ച അവക്ക് ഉണ്ണിയേട്ടനോട് വെറുപ്പ് തോന്നും. മര്യാദയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലെങ്കിൽ ഇവന്മാരോടൊക്കെ ഇവിടുന്ന് കെട്ടുകിടക്കെടുത്ത് സ്ഥലം വിട്ടോളാം പറ. ഇവിടെ താമസിക്കുന്നൊക്കെ കൊള്ളാം, മേലിൽ എന്റെ പിറകെങ്ങാനും വന്നാ മനസ്സിലായടാ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല രേണുവടുത്തി. ഉണ്ണിയേട്ടനോട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്തിനാ ഉണ്ണിയേട്ടൻ ഇങ്ങനെ? കാവിലെ എന്ത് കാര്യത്തെ പറ്റിയാ ഉണ്ണിയേട്ടൻ പറഞ്ഞത്? അത് ഉണ്ണിയേട്ടന്റെ ഒരു തെറ്റിദ്ധാരണയാ. നിങ്ങളത് കാര്യാക്കണ്ട. ഉണ്ണിയേട്ടന്റെ പ്രവൃത്തിക്ക് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ പോവാ, വാ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടന് വലിയ സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അതിനേക്കാളും വലിയ സങ്കട എനിക്കും രേണുവടുത്തിക്കും. അതറിയോ? എന്തിനാ ഉണ്ണിയേട്ടാ ആ രേണുവടുത്തി ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടെ ഇല്ലാത്ത ഈ സമയത്ത് രേണുവടുത്തി ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഉണ്ണിയേട്ടൻ എങ്ങനെ കഴിയുന്നു? പാവം രേണുവടുത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ ആ പാവം നട്ടം തിരിയാ. അതിന്റെ കൂടെ ഉണ്ണിയേട്ടൻ ഇങ്ങനെയെല്ലാം ചെയ്താൽ പാപം കിട്ടും ഉണ്ണിയേട്ടാ. എന്തിനാ ഉണ്ണിയേട്ടാ എല്ലാവരുടെയും മനസ്സിങ്ങനെ വേദനിപ്പിക്കുന്നത്? ആ വിഗ്രഹം ഇവിടെ ഇല്ലാതായാൽ മുത്തശ്ശൻ വരുമ്പോ അതറിഞ്ഞ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പോലീസിൽ പരാതി കൊടുക്കും, പിന്നെ അന്വേഷണം, നാട്ടുകാരറിയും. ഉണ്ണിയേട്ടന് അതെടുത്തേന്ന് രേണുവടുത്തി പറയേയില്ല. ആ കുറ്റം രേണുവടുത്തി സ്വയം ഏറ്റെടുക്കും. അതോടെ രേണുവടുത്തി കള്ളിയാവും. പാവൻ രേണുവടുത്തി ആരും ഒന്നും അറിയാതെ എത്രമാത്രം സഹിച്ചു എന്നറിയോ? എന്തേ ഒന്നും മിണ്ടാതിരിക്കുന്നെ? എന്നെ ചീത്ത പറയണമെന്നുണ്ടാവും, ചിലപ്പോ തല്ലാനും തോന്നുന്നുണ്ടാവും. എന്നാലും സാരില്ല, ഞാൻ ബാല്യക്കാരിയല്ലേ, വഴക്കും തല്ലും കൊണ്ട് ജീവിക്കേണ്ടവൾ. പക്ഷെ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാ. നീ എന്തിനാ കല്യാണി എത്ര പറഞ്ഞാലും നന്നാവാത്തവരെങ്ങനെ ഗുണദോഷിക്കുന്നത്? ഉണ്ണിയേട്ടന്റെ പ്രതികരണം കുറച്ച് കൂടിപ്പോയി കേട്ടോ. വൈഷ്ണവയുടെ കൂട്ടുകാർ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയല്ലേ അവർക്ക് നേരെ ചെന്നത്. അവരിവിടെ വന്നപ്പോ മുതല് ഉണ്ണിയേട്ടൻ അവരെ പിടിക്കുന്നില്ലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പോലീസിനെ വരെ അറിയിച്ച് അവരെ വിഷമിപ്പിക്കാൻ നോക്കിയതല്ലേ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ വിചാരിക്കുന്ന പോലെ വൈഷ്ണവയുടെ കൂട്ടുകാര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. അവര് നമ്മുടെ അതിഥികളല്ലേ. ഈ ഉണ്ണിയേട്ടന്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഇനിയെങ്കിലും ഉണ്ണിയേട്ടൻ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഉണ്ണിയേട്ടൻ ഒളിപ്പിച്ച സാധനം വൈഷ്ണവിയുടെ കൂട്ടുകാരെ കണ്ടിട്ടേയില്ല.
ഉണ്ണിയേട്ടൻ ഇങ്ങനെ ചെയ്തതായി പോലും അവർക്കറിയില്ല. അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് സാക്ഷാൽ ശിവനാഗൻ തന്നെയാ. വിശ്വാസം വരുന്നില്ലെങ്കിൽ അത് സത്യമാണെന്ന് ഞാൻ തെളിയിക്കാം. എന്റെ ഈ കൈ മുറിച്ച് ഞാൻ തെളിയിക്കാം. അങ്ങനെ ചെയ്യണോ ഞാൻ? രേണു, വേണ്ട. നീ എനിക്കും ഈ മനയിലുള്ളവർക്കും വേണ്ടി ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ നിന്റെ കൈ മുറിക്കണ്ട. രേണു, ഞാൻ ചെയ്ത തെറ്റാ. ഇവിടം വിട്ട് പോണെന്ന ചിന്തയില് ഞാൻ ചെയ്ത തെറ്റ്. അതിന്റെ ഭവിഷ്യത്ത് ആരെയാണ് ബാധിക്കുന്നതെന്ന് ഞാൻ ഓർത്തില്ല. ഇതൊക്കെ എന്നെ കൊണ്ട് ആരോ ചെയ്യിക്കുന്നതാ. ഇനിയും ഇതുപോലുള്ള തെറ്റിലേക്ക് എന്റെ മനസ്സ് വീഴില്ല. ഇനി നീ വീഴുക തന്നെ ചെയ്യും. ദക്ഷകിയുടെ മായാശക്തിയെ പറ്റി ഒന്നും അറിയാത്ത വിഡ്ഢി, നിന്റെ പിഴവുകൾക്ക് വേണ്ടി നീ കാത്തിരുന്നോ? ദക്ഷകിയുടെ നിഴലിൽ വന്ന് വീഴുന്നവർ ആരും ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. രേണു, നീ എന്നോട് ക്ഷമിക്ക്. ഇനിമേലിൽ ഇങ്ങനൊരു തെറ്റുപറ്റാൻ ഞാൻ നോക്കിക്കോളാം. സത്യം. ഉണ്ണിയേട്ടാ, എന്താണ് ഇവിടെ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? ആ എടാ, ഞാൻ വൈഷ്ണവായിട്ട് സംസാരിച്ചടാ. നീ വൈഷ്ണവിയുടെ കെട്ടിൽ ഒളിച്ചു കയറിയോ? ഫോണിൽ സംസാരിച്ചു. സ്വാതി വിളിച്ചിരുന്നു. അവള് പറഞ്ഞതുപോലെ വൈഷ്ണവിക്ക് എന്തോ ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് കൂടി ടെൻഷൻ ആവണ്ടെന്ന് കരുതിയാ അവള് മിണ്ടാതിരുന്നത്. എന്നിട്ടിപ്പോ വൈഷ്ണവിയുടെ വിഷമം മാറിയോ? അതിപ്പോ വലിയ പ്രോബ്ലം തോന്നിയില്ല. എന്നാലും അവൾക്ക് ആ സ്വപ്നം പുറത്തു പറയാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി എന്തോ ഒരു ആദിയുണ്ട്. എടാ ഈശ്വരേ, അതൊരു പ്രശ്നമായിട്ട് വരുമോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ എന്താ സ്റ്റാച്ചു പോലെ നിൽക്കുന്നേ? നീ പറയുന്ന കേൾക്കുവായിരുന്നടാ. നിന്റെ വിഷമം മാറിയല്ലോ. പക്ഷേ എന്നെ ചിന്തിപ്പിക്കുന്നത് മറ്റൊരു വിഷയ. അതെന്ത് വിഷയടാ? എടാ സുന്ദരേ, നീ പറഞ്ഞില്ലേ ആ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ അതിഥി മന്ദിരത്തെ പറ്റി? അവിടെ എന്താ പ്രശ്നം? ചില ദിവസങ്ങളിൽ ദക്ഷയ്ക്ക് നടക്കുന്നതായിട്ട് നീ പറഞ്ഞില്ലേ? കണ്ടോ ഇപ്പോഴാണ് ഇവന് ഞാൻ പറഞ്ഞത് വിശ്വാസമായത്. ഡാ, ആ അതിഥി മന്ദിരത്തില് ദക്ഷയ്ക്ക് നടക്കുന്നതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ? അതിനകത്ത് ചിലപ്പോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഐറ്റം ഉണ്ടാവും. എടാ ഈശ്വരേ, ഇനി ഈ പാതിരാത്രിക്ക് എങ്ങനെ നീ അതിഥി മന്ദിരത്തിൽ പോകാനുള്ള പരിപാടിയാണെങ്കിൽ ഞാനില്ലാട്ടോ. അവിടെ പോകാനാണെങ്കിൽ ഞാനും ഇല്ല. ഇവന്മാരുടെ ഒരു കാര്യം. എടാ, ഞാൻ ഉദ്ദേശിച്ച അതല്ല. എന്താ മൂന്നാളും കൂടി ഒരു ചർച്ച? ഒന്നുമില്ല രേണുവടുത്തി, ഞങ്ങൾ ആ അഗതി മന്ദിരത്തെ പറ്റി പറയുമായിരുന്നു. കഴുതേ അഗതി മന്ദിരമല്ല, അതിഥി മന്ദിരം. അത് തന്നെ, അതിഥി മന്ദിരത്തെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കായിരുന്നു. രേണുവടുത്തി, ആ മന്ദിരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദക്ഷക ഇറങ്ങി നടക്കുന്നു പറയുന്നത് ശരിയാണോ? അതൊക്കെ ഓരോരുത്തർ പറയുന്ന കെട്ടുകഥകളാ. ശരിക്കും ആ അതിഥി മന്ദിരം എന്താണ്? അതൊരു പഴയ നാലുകെട്ടാ. എന്റെ ഓർമ്മയുള്ള കാലം തൊട്ടേ അത് അങ്ങനെ തന്നെ കിടക്കുക. അവിടെ പണ്ട് രാജാക്കന്മാര് ഭരിച്ചിരുന്ന കാലത്ത് ഒരു രഹസ്യ നിലവറ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. രഹസ്യ നിലവറയോ? അതായിരിക്കും ദക്ഷകയുടെ താവളം അല്ലേ? എന്തെങ്കിലും കാര്യം പറയുമ്പോ ദക്ഷകയുടെ പേര് പറയാതടാ. ആ നിലവറ ഇപ്പോഴും ഉണ്ടോ? നിലവറയുണ്ട്. കാട് പിടിച്ച് എഴജന്തുക്കളുടെ വാസസ്ഥലമായി അങ്ങനെ കിടക്കുക. നാഗമഠത്തുകാർക്ക് അവിടെ ഭരണമൊന്നുമില്ല. എന്തോ കേസൊക്കെ ഉണ്ടെന്നാ കേൾക്കുന്നത്. നാഗമഠത്ത് മനയായി ബന്ധമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങളാരും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ എന്തിനാ അതേപ്പറ്റി ഇപ്പൊ ചോദിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. അപ്പോ ദക്ഷക ഇറങ്ങി നടക്കുന്നൊക്കെ പറയുന്നത് വെറുതെ ആണല്ലേ? ഇതൊക്കെ ആര് പറഞ്ഞു? വസുമതി ആന്റി പറഞ്ഞു. കൊള്ളാം. വസുമതി അമ്മായിയൊക്കെ അങ്ങനെ പലതും പറയും. അങ്ങനൊരു സംഭവമേ അവിടെയില്ല. സംഭവങ്ങൾ ഓർമ്മയില്ലാത്ത തലമുറയെ അത് ഓർമ്മിപ്പിക്കാനാണ് ദക്ഷകി വരുന്നത്. നാഗമഠത്തുകാർ പകച്ചു നിൽക്കുന്ന കഥകൾ നീ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ.
ഉറങ്ങിക്കിടക്കുന്ന പലതും ഉണരും. ആ മനയിൽ മാഞ്ഞുപോയ പല കഥകളും തെളിയും. ഉത്തരം മുട്ടുന്ന നാഗമടത്ത് മനയിലെ സന്തതികൾക്ക് മുന്നിൽ മരണമല്ലാതെ മറ്റൊരു വഴി ഉണ്ടാവില്ല. ഉണ്ണിയേട്ടന്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ നടന്നതൊന്നും വൈഷ്ണവിയോട് പറയേം വേണ്ട. എന്നാ ശരി, ചർച്ച നടക്കട്ടെ. എന്ത് ആടാ ഇതൊക്കെ? അഗതി മന്ദിരം ദക്ഷകിച്ചത്. നാഗമടത്തമ്മ ഉണർന്നു വരും മുൻപേ ഇതിനകത്ത് കയറി വിളയാടണം. ഇവളാണ് ഈ മനയുടെ നട്ടല്. അത് തന്നെ ആദ്യം ഒടിക്കണം. കല്യാണി, മുത്തശ്ശനും ശങ്കുണ്ണി നായരും നാളെ എത്താനിടയില്ല. അതെന്താ? മേലേടത്തിന് ഇന്നും കാണാൻ അവർക്ക് കഴിഞ്ഞില്ലേ? മുത്തശ്ശനെ കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചതേ ഉള്ളൂ. മേലേടെ എത്തിയോ, ഇന്ന് തന്നെ പ്രശ്നവിധി നടക്കുമെന്നറിയാനാ വിളിച്ചത്. പക്ഷെ മേലേടെ ഇല്ലത്തുനിന്ന് മടങ്ങി എത്തിയിട്ടില്ലെന്നാ പറയുന്നത്. ഷോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മുത്തശ്ശിയാണെങ്കിൽ ഇന്നും ക്ഷേത്ര നിലവറ വിട്ടുവിടുന്ന ലക്ഷണം കാണുന്നില്ല. മുത്തശ്ശി എത്ര ദിവസം ഉപവാസ വ്രതങ്ങൾ എടുത്തിരിക്കുന്നു. വ്രതം മുറിക്കുമ്പോ മുത്തശ്ശി പഴയതിലും പ്രസരിപ്പോടെ തന്നെ ഇരിക്കും. എന്താ അതിന്റെ രഹസ്യം ഞാൻ പലപ്പോഴും മുത്തശ്ശിയോട് ചോദിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ രഹസ്യം? മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടോ? അത് മാത്രം മുത്തശ്ശി പറയില്ല. അതേപ്പറ്റി എന്ത് ചോദിച്ചാലും മുത്തശ്ശി ചിരിക്കും. രേണുവടുത്തി, അടുക്കളയിൽ കുറെ പണിയെടുക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ശരി. എന്താ രേണുവടുത്തി? എന്തോ ഒരു അസ്വസ്ഥത പോലെ. ചന്ദ്രാ